ഏഷ്യാനെറ്റ് കോമഡി കുക്സ് 12-ാം എപ്പിസോഡിൽ മത്സരാർത്ഥികൾ ഒരു അറേബ്യൻ ഡിഷ് കുക്ക് ചെയ്യണം. ഏറെ അപ്രതീക്ഷിതമായ ഹിൻഡ്രൻസുകളും ആരും പ്രതീക്ഷിക്കാത്ത പല പണികളും പുതിയ ടീമുകളുമൊക്കെയായി ഷോ ഏറെ രസകരമായിരുന്നു. മെയ് 24 ഞായറാഴ്ച സംപ്രേഷണം ചെയ്ത എപ്പിസോഡിലെ വിശേഷങ്ങൾ ഇങ്ങനെ. അറബിക് ഡിഷ് തയ്യാറാക്കാൻ ചില നിയമങ്ങളും നൽകിയിരുന്നു. ഒതന്റിക് അറബിക് ഡിഷ് ആയിരിക്കണം തയ്യാറാക്കേണ്ടത്, ഒപ്പമുണ്ടാക്കുന്ന സൈഡ് ഡിഷുകൾക്ക് മാർക്കുണ്ടായിരിക്കും എന്നിങ്ങനെ പലതും. അഡ്വാൻറ്റേജ് ടാസ്ക് ജയിച്ച അനുമോൾക്കും മീനാക്ഷിക്കും ലഭിച്ച അഡ്വാൻറ്റേജ് നിശ്ചിത സമയത്തേക്ക് കുക്കിങ്ങിന് സഹായിക്കാൻ ജിസേലിനെ വിളിക്കാം എന്നതാണ്. ഈ ആഴ്ചയിലെ ഹിൻഡ്രൻസ് വളരെ വ്യത്യസ്തമാണ്. ചുമല തുണിയിൽ ഘടിപ്പിച്ച അരമണി, ചുവന്ന ക്ലോത്തിങ് ഹെഡ് ബാൻഡ്, ഒരു ഹെഡ്ഫോൺ എന്നിവയാണ് പൂക്കികൾക്കുള്ളത്. ഈ ഹെഡ്ഫോണിലൂടെ മ്യൂസിക് പ്ലേ ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് കുക്കുകൾ പറയുന്ന കാര്യങ്ങൾ പൂക്കികൾക്ക് കേൾക്കാൻ കഴിയില്ല. കുക്കുകൾക്കാകട്ടെ കയ്യിൽ ബോക്സിംഗ് ഗ്ലൗസ് കൂടി നൽകിയിട്ടുണ്ട്. അതായത് യാതൊരു രീതിയിലും കുക്കുകൾക്ക് സ്വയം കുക്ക് ചെയ്യാൻ കഴിയില്ല. പൂക്കികളോട് കുക്കുമാർക്ക് സ്റ്റോറിൽ നിന്നെടുക്കേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ പോലും കഴിയുന്നില്ല. ഇതിനിടയ്ക്ക് ഹെഡ്സെറ്റിൽ കേൾക്കുന്ന പാട്ടനുസരിച്ച് ഡാൻസ് ചെയ്യാൻ പൂക്കികൾ ശ്രമിക്കുന്നത് കുക്കുകൾക്ക് മറ്റൊരു തലവേദനയാണ്. ഇതിനെയെല്ലാം മറികടക്കാൻ പലരും പല കാര്യങ്ങളും പയറ്റുന്നുണ്ട്. സന്ധ്യാമ്മ കാലുകൊണ്ട് നിലത്തെഴുതുന്നതും കാൽവിരലുകൊണ്ട് സംഖ്യകൾ കാണിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതുമൊക്കെ ഇതിന്റെ ഭാഗമാണ്. പലപ്പോഴായി ഹിൻഡ്രൻസ് വയ്ക്കുകയും ഇടയ്ക്ക് മാറ്റുകയും ഒക്കെ ചെയ്യാൻ അവസരം നൽകുന്നുണ്ട് ഷോയിൽ. അഡ്വാൻറ്റേജ് ടാസ്ക് അനുസരിച്ച് ജിസേൽ ഹെൽപ്പ് ചെയ്യാൻ വരുന്നു. ഇടയ്ക്ക് ജിസേലും അനുമോളും തമ്മിൽ ഡെസേർട്ട് ഡിഷിനെ കുറിച്ച് ചെറിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നുണ്ട്. ഇതൊഴിച്ചാൽ ഇരുവരും സഹകരിച്ച് നല്ല രീതിയിൽ വർക്ക് ചെയ്തു. ഈ എപ്പിസോഡിലെ പ്രശ്നങ്ങൾക്കിടയിൽ ജിയോ മച്ചാന്റെ ടീം ഫ്രഷ് ക്രീമിന് പകരം മിൽക്ക് ഷേക്കും അൻസിബയുടെ ടീം വെള്ളത്തിന് പകരം വിനാഗിരിയും ഒക്കെ കുക്കിങ്ങിനിടെ ഉപയോഗിക്കുന്നുണ്ട്. പല കുക്കുകളും പാചകം ശരിയാക്കിയതും ഫിനിഷ് ചെയ്തതും അവസാന ഹിൻഡ്രൻസ് മാറ്റിയ സമയത്താണ്. ജഡ്ജ്മെന്റ് സമയത്ത് ചില ഡിഷുകൾ അറബിക് ഡിഷുകൾ അല്ലാത്തതുകൊണ്ടും ചിലത് നിയമങ്ങൾ അനുസരിക്കാത്തതുകൊണ്ടും ശ്രദ്ധിക്കപ്പെട്ടില്ല. ഈ ആഴ്ച ടോപ്പ് 3 ഡിഷസ് തിരഞ്ഞെടുത്തില്ല, പകരം വിന്നറെ പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. ഈ ആഴ്ചയിലെ കുക്കിംഗ് ടാസ്ക് വിന്നറായത് ഹംഗ്രി മഹിയും സോട്ടുവായി എത്തിയ ഇവനും ചേർന്ന ടീമാണ്. ബുഹാരി റൈസ് വിത്ത് ചിക്കൻ, അറബിക് സാലഡുകൾ, ഡെസേർട്ടുകൾ എന്നിവയാണ് ഇവർ തയ്യാറാക്കിയത്. ഇവർ സ്പിന്നിംഗ് വീൽ കറക്കി നേടിയ സമ്മാനം മൊബൈൽ ഫോണാണ്. കൂടാതെ ഇവർക്ക് ഗിഫ്റ്റ് ഹാമ്പറുകളും ലഭിച്ചു. ഷോയിൽ ഗസ്റ്റായി സ്പോൺസറായ സത്യ ഏജൻസീസ് ടീമിൽ നിന്ന് MD ഒരു സമ്മാന പദ്ധതിയുമായി എത്തിയിരുന്നു. ലോട്ടിലൂടെ തിരഞ്ഞെടുക്കുന്ന ഒരു കുക്കും ഒരു പൂക്കിക്കും ഓരോ AC വീതമാണ് സമ്മാനമായി ഓഫർ ചെയ്തത്. പൂക്കികളിൽ നിന്ന് അശ്വിനാണ് AC സമ്മാനമായി ലഭിച്ചത്. കുക്കുകളുടെ ഭാഗത്ത് നിന്ന് നറുക്ക് വീണത് സാബുമോനാണ്. എന്നാൽ സമ്മാനം അനൗൺസ് ചെയ്തപ്പോൾ സാബുമോനും അനുമോളും തമ്മിൽ സമ്മാനം ലഭിക്കുന്നയാൾ അത് മറ്റേയാൾക്ക് കൈമാറും എന്ന് സമ്മതിച്ചിരുന്നു. അങ്ങനെ സാബുമോന് ലോട്ട് കിട്ടിയ AC അനുമോൾക്ക് സമ്മാനമായി ലഭിച്ചു. ഇതുവരെയുള്ള ഷോയിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുക്കും പൂക്കിയും ആരൊക്കെയെന്ന് കമൻറ്റ് ചെയ്യൂ.